الحمد لله الذي أمرنا بالاتباع ونهانا عن الابتداع، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഏതാനും ഖുതുബകളിലായി ലോകത്തിന്റെ പ്രവാചകൻ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ലോകത്തിന് സമ്മാനിച്ച ചില ഗുണപാഠങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട് ഇന്ന് അതിനെ നേരെ വകതിരിച്ചു വെച്ച് പ്രവാചകന്റെ ജന്മദിനാഘോഷത്തിന്റെ പേരിൽ നടത്തുന്ന ചില അപകടങ്ങളും സ്വാഭാവികമായും ഇന്നേ ദിവസം കേരളത്തിലുടനീളം ഇതിന്റെ ആഘോഷങ്ങൾ ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെയായി ആളുകൾ ആഘോഷിച്ചുകൊണ്ടേയിരിക്കണം. അതിന്റെ അപകടങ്ങൾ എന്താണ് എന്നുള്ളതും കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു വന്നതാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ പ്രവാചകനോടുള്ള സ്നേഹമെന്നുള്ളതാണ്. ഈത്തപ്പന മരത്തോട്ടങ്ങളാൽ നിബിഡമായി കിടക്കുന്ന മദീനയിലെ ഇടവഴികളിലൂടെ സഞ്ചരിച്ചു പോയ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, സന്തത സഹചാരികളിൽ ശ്രദ്ധേയനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളെ പിടിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, റസൂലേ, ഈ ലോകത്ത് ഉമർ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരോടെന്നറിയോ? അത് അങ്ങയോടാ റസൂലേ. ഉമർ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ, ഉമറെ, നിന്നെക്കാൾ ഉപരി നീ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിന്റെ വിശ്വാസം പൂർണ്ണമല്ല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതിനും ഞാൻ തയ്യാറാണ് റസൂലേ. ഉമറിനേക്കാളും എനിക്ക് ഇഷ്ടമുള്ളത് അങ്ങയോടാണ്. നമ്മളുടെ സ്വന്തം ശരീരങ്ങളെക്കാൾ ഉപരി സ്നേഹം വെക്കാൻ, മഹബ്ബത്ത് വെക്കാൻ ലോകത്തൊരു നായകനുണ്ടെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തുള്ള മറ്റുള്ള മുഴുവൻ ആളുകളെക്കാളും അവൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഞാനായി തീരുന്നത് വരെ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമല്ല എന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പറയാൻ കഴിയണം, എന്റെ മക്കളെക്കാളും എനിക്കിഷ്ടം അല്ലാഹുവിന്റെ പ്രവാചകനോടാണ്, എന്റെ കുടുംബത്തെക്കാളും എനിക്കിഷ്ടം അല്ലാഹുവിന്റെ ഹബീബിനോടാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിലൂടെ കാണാം, 3 കാര്യങ്ങളെ എണ്ണി ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. 3 കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അതുകൊണ്ടവൻ ഈമാനിന്റെ മധുരം അനുഭവിച്ചവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മധുരം കിട്ടാൻ ഒന്നാമതായി പറഞ്ഞത് മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമാ. ലോകത്ത് അല്ലാഹുവും റസൂലും ഒഴികെ ഇനി എന്തെല്ലാം ഉണ്ടോ അതിനേക്കാളൊക്കെ ഉപരി ഇഷ്ടമുണ്ടാകേണ്ടതാരോടാ? അള്ളാഹുവിനോടും റസൂലിനോടുമാണെങ്കിൽ അവൻ ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ സാധ്യമാകുമെന്നുള്ളതാണ്. മറ്റൊന്ന് വിശുദ്ധ ഖുർആനിലെ 9-ാമത്തെയും സൂറത്ത് തൗബയുടെ 23-ാമത്തെ ആയത്താണ്. അവിടെ അല്ലാഹു തആല പറയുന്നുണ്ട്, ഖുൽ റസൂൽ അവരോട് പറഞ്ഞു കൊടുക്ക്, ഇൻ കാന ആബാഉക്കും വ അബ്നാഉക്കും, നിങ്ങളുടെ മാതാപിതാക്കളോ മക്കളോ ആണ് എന്നുണ്ടെങ്കിൽ, എങ്ങനെ അത്താണിയേകാനും അവലംബമേകാനും കൂടെ നിൽക്കേണ്ടി വരുന്ന മാതാപിതാക്കളെക്കാൾ, കണ്ണിന് ആനന്ദം നൽകുന്ന തരുണീമണികളായ മക്കളെക്കാൾ, സമാധാനം കണ്ടെത്തുന്ന ഭവനങ്ങളെക്കാൾ, നഷ്ടം സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന കച്ചവട സാമ്രാജ്യങ്ങളെക്കാൾ, ഏത് സമയവും കടന്നു ചെല്ലാൻ കഴിയാവുന്ന കുടുംബ ബന്ധങ്ങളെക്കാൾ, അവന് കൺകുളിർമയേകുന്ന അവന്റെ ഇണകളെക്കാൾ ലോകത്തേറ്റവും വലിയ മഹബ്ബത്ത് ഉണ്ടാകേണ്ടതാരോടാ? അള്ളാഹുവിനോടാകണേ, അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാകണേ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തോടായിരിക്കണമെന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? അതല്ല, അള്ളാഹുവിനെക്കാളും റസൂലിനെക്കാളും ഇപ്പറഞ്ഞവരോടാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹിന്റെ കൽപ്പന നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫാസിഖീൻ, ഈ ഫാസിഖീങ്ങളായ ആളുകൾക്ക് അല്ലാഹു നേർമാർഗം നൽകില്ല എന്നാണ്. ആരെയാ അല്ലാഹു ഫാസിഖ് എന്ന് പറഞ്ഞത്? ആരെയാ അല്ലാഹു ഫാസിഖ് എന്ന് പറഞ്ഞത്? അള്ളാഹുവിനെക്കാളും റസൂലിനെക്കാളും അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനെക്കാളും അവന്റെ മക്കളെയോ മാതാപിതാക്കളെയോ ഇണകളെയോ കുടുംബങ്ങളെയോ സഹോദരങ്ങളെയോ കച്ചവടത്തെയോ ഭവനത്തെയോ അവന്റെ സമ്പത്തിനെയോ ഇഷ്ടം വെച്ചവരുണ്ടെങ്കിൽ അവരെയാണല്ലോ പറഞ്ഞത് ഈ ഫാസിഖ്യങ്ങൾക്ക് അല്ലാഹു തആല നേർമാർഗം നൽകില്ല എന്നാണ്. അപ്പൊ ലോകത്തെ ഏറ്റവും വലിയ മഹബ്ബത്ത് എനിക്കുള്ളത് ആരോടാണ്? എന്റെ പ്രവാചകനോടാണ്, എന്റെ റബ്ബിനോടാണ്. ഇത് പറയാൻ, അതിനെ സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് കഴിഞ്ഞതിന് മുമ്പത്തെ ഖുതുബ തുടങ്ങുമ്പോ ഇബ്നു മാജിയുടെ 1300-ാമത്തെ നമ്പർ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് ആ ഖുതുബ അവിടെ തുടങ്ങിയത്. ഏതെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇദാ അസ്വാബ ബിമുസീബ, അവർക്കൊരു ദുരന്തമാണ് കടന്നു വരുന്നത് എങ്കിൽ അവരെന്റെ വഫാത്തിനെ ഓർത്തുകൊള്ളട്ടെ. ഫഇന്നഹാ അഗ്ലമുൽ മസായിബ്, അവന് ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് എന്റെ വഫാത്താണ്. എന്തുകൊണ്ടാണ്? പ്രിയമുള്ളവരെ, നമ്മളുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മളിൽ നിന്ന് വിട പറയുമ്പോ, അവരുടെ റൂഹിനെ അല്ലാഹു തആല കൊണ്ടുപോകുമ്പോ, പാലൂട്ടി വളർത്തിയ ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച ഉമ്മാന്റെ വേദന എത്ര വലുതാണ് പ്രിയമുള്ളവരെ. ഓമനത്വം തുളുമ്പാത്ത ആ തുളുമ്പുന്ന മക്കൾ അവരുടെ ലാലനകളാൽ ചുറ്റിപ്പറ്റി കിടക്കുന്ന വീട്ടിൽ നിന്ന് അവരൊഴിഞ്ഞു പോകുമ്പോ അവരുടെ കുഞ്ഞുടുപ്പുകളും അവരുടെ കളിപ്പാട്ടങ്ങളും നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് എത്ര വലുതാണ്. വാപ്പാന്റെ നൊമ്പരങ്ങൾ എന്താണ് എന്നാ നിങ്ങൾ ആലോചിച്ചൊക്കെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അല്ലാഹു തആല മലക്കുകളോട് ചോദിക്കുമെന്നാണ്, എന്റെ അടിമയുടെ സന്താനത്തിന്റെ റൂഹിനെ നിങ്ങൾ പിടിച്ചോ? മലക്കുകൾ പറയും, അതേ റസൂലേ, അതേ അല്ലാഹ്, പിടിച്ചിട്ടുണ്ട്. ആ സമയത്ത് അല്ലാഹുവിന്റെ ചോദ്യം, ഹൽ ഖബൽതും സമറത ഫുആദി, അവന്റെ ഹൃദയത്തിന്റെ ഫലത്തിനെ, പുഷ്പത്തെ നിങ്ങൾ പറിച്ചെടുത്തോ? അല്ലാഹ്ക്കറിയാം ഒരു കുഞ്ഞു മരിക്കുമ്പോൾ അത്ര വേദനയുണ്ടെന്ന്, അല്ലേ? അതെ. എന്റെ അടിമെന്ത് പറഞ്ഞു? അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചവനാണ്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞവനാണ്, വതറജ്ജഅ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബനൗലി അബ്ദി ബൈതൻ ഫിൽ ജന്ന സമ്മൗഹു ബൈത്തുൽ ഹംദ്, ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഒരു വീട് സ്വർഗത്തിൽ പണിതു കൊടുക്കുന്നതാണ്. പ്രിയമുള്ളവരെ, മക്കൾ ഇവിടെ പറയുമ്പോൾ അത്ര വലിയ വേദനയാണ്. പക്ഷെ അവിടെ ഒരു വിശ്വാസി, എന്റെ മകനെക്കാളും മകളെക്കാളും എനിക്ക് വലുത് അല്ലാഹുവിന്റെ മുത്തുനബിയാണ്, ആ റസൂല് ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞില്ലേ?
അതിനേക്കാളും വലിയ ദുരന്തമൊന്നും എനിക്ക് വരാനില്ലല്ലോ. അതുകൊണ്ട് അവൻ ഓർക്കും എന്റെ പ്രവാചകന്റെ വഫാത്ത്. ഫഇന്നഹാ അഅ്ളമുൽ മസാഹിബ്, ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് എന്റെ മുത്തുനബിയുടെ വഫാത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ സ്നേഹം, ഏതിനേക്കാളും വലിയ മഹബത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. എങ്ങനെ ആ പ്രവാചകനോടുള്ള മഹബത്തിനെ ജീവിതത്തിൽ പ്രകടമാക്കാൻ സാധ്യമാകുമെന്നുള്ളത് ആളുകളൊക്കെ വിചാരിക്കുന്നത് ആണ്ടിലെ ഈ റബീഉൽ അവ്വൽ 12 ദിവസം കലണ്ടറിൽ അടയാളപ്പെടുത്തി അന്നൊരു റാലിയും മാമാങ്കങ്ങളും കൊണ്ടൊക്കെ അത് ആഘോഷിച്ചാൽ മതിയെന്നാണ്. ഞാൻ ആരെയും മോശക്കാരാക്കാൻ വേണ്ടി പറയല്ല. പക്ഷെ റാലി കണ്ണിനിരക്കുന്ന ആളുകളോട് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദുമാരെങ്ങാനും മൈക്കിൽ ഒരൊറ്റ അനൗൺസ്മെന്റ്, ഇന്ന് സുബഹി നമസ്കരിച്ചവർ മാത്രം ഈ റാലിയിൽ നിന്നാ മതി എന്ന് പറഞ്ഞാൽ റാലി പകുതിക്ക് താഴെ ശൂന്യമാകുന്നത് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇവിടെയല്ല പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. ഒന്ന് അള്ളാന്റെ മുത്തുനബിയെ അനുസരിക്കലാണ്, ആ പ്രവാചകനെ പിന്തുടലാണ്, ഇത്തിബാ ചെയ്യലാണ്, ആ പ്രവാചകന്റെ മാതൃക ജീവിതങ്ങളിലൂടെ കൊണ്ടുവരലാണ്, ആ പ്രവാചകന് വേണ്ടി ഗുണത്തിനെ തേടലാണ്, മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലലാണ്, അള്ളാന്റെ ഹബീബിനോടുള്ള മഹബത്തിന്റെ ഗണങ്ങളിലൂടെ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ആ ഷഹാദത്ത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആളുകളോട് മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ പ്രവാചകന്റെ ഖുത്ബകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാ ഖുത്ബകളിലും അള്ളാഹുവിനോടുള്ള ഹംദ് പറയുമ്പോ ഈ മിമ്പറിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന ചില പദങ്ങളുണ്ട്. ഏറ്റവും നല്ല കലാം, ഹൈറായിട്ടുള്ള ചര്യ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് സത്യസന്ധമായത്. ഏറ്റവും നല്ല ചര്യ പ്രവാചകന്റെ ചര്യയാണ്. ഇതാരുടെ വാക്കാണെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകന്റെ വാക്കാണ്. ഇന്ന അസ്സഖൽ ഹദീസ് കിതാബുല്ലാഹ്, ഏറ്റവും നല്ല ഏറ്റവും സത്യസന്ധമായ സംസാരം എന്നുള്ളത് അള്ളാന്റെ കലാമാണ്, അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. വഅഹ്സനൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല ചര്യ എന്ന് പറയുന്നത് എന്റെ പ്രവാചകന്റെ ചര്യയാണ്. വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും തിന്മയായത് മതത്തിൽ പുതുതായി കടന്നു വരുന്ന ചര്യകളാണ്. വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, ആ പുതുതായി കടന്നു വരുന്നതെല്ലാം പുത്തനാചാരങ്ങളാണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴിപിഴച്ചതും നരകത്തിലാണ് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. മുത്തുനബിയോട് സ്നേഹമുണ്ടോ? ഏറ്റവും നല്ല ചര്യ ആ ലോകത്തിന്റെ പ്രവാചകന്റെ ചര്യകളാണ്, വലിയ ചര്യകളാണ്. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിനെ അനുസരിച്ച് ആ പ്രവാചകന്റെ ചര്യ കൊണ്ടുവരുമ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെയും സൂറത്തുൻ നിസാ 59-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ് വഅത്തിഉർ റസൂൽ വഉലിൽ അംരി മിൻകും, അല്ലയോ വിശ്വാസികളെ, അല്ലാഹുവിനെ അനുസരിക്കണം ട്ടോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണേ. എന്താ വാക്കിന്റെ ഡെപ്ത് എന്നറിയോ നിങ്ങൾക്ക്? അല്ലാഹുവിനെ അനുസരിച്ച് ലോകത്തിന്റെ പ്രവാചകനെ അനുസരിക്കണമെന്ന് പറയാൻ അറബി ഭാഷയിൽ അത്തിഉല്ലാഹ വറസൂൽ എന്ന് പറഞ്ഞാ മതി. പക്ഷേ അല്ലാഹു തആല ആവർത്തിച്ചത് ആ ഫിഅലിനെ വഅത്തിഉർ റസൂൽ, അല്ലാഹുവിന്റെ പ്രവാചകനെയും നിരുപാധികം നിങ്ങൾ അനുസരിക്കണം. അള്ളൊരു കാര്യം പറഞ്ഞാൽ ഞാനൊന്ന് കേൾക്കട്ടെ, ഞാനൊന്ന് ഉൾക്കൊള്ളാൻ പറ്റുമോ നോക്കട്ടെ, എന്റെ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിക്കട്ടെ, ആലോചിക്കാനുള്ള പഴുതിയില്ല. അള്ളയാണോ പറഞ്ഞത്? 100% അനുസരിക്കണം. അതേപോലെ ലോകത്തിന്റെ പ്രവാചകനാണോ പറഞ്ഞത്? 100% അനുസരിക്കണം. എന്നാൽ വഉലിൽ അംരി മിൻകും, നേതാക്കന്മാരെ അനുസരിക്കണമെന്ന് പറഞ്ഞപ്പോ അത്തിയോ എന്ന് പറയുന്ന പദം അല്ലാഹു ചേർത്തി പറഞ്ഞില്ല. അഥവാ നേതാക്കന്മാരോടുള്ള അനുസരണം നിരുപാധികമല്ല, ഉപാധികളോടുകൂടെയാണ്. അവരെന്ന് ഹക്കിന്റെ മാർഗത്തിലുണ്ടോ അക്കാലം അത്രയും അവരെ അനുസരിക്കാം. അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ അവരെ അനുസരിക്കേണ്ടതില്ല. പൂർണ്ണമായി പ്രവാചകനെ അനുസരിക്കണമെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അടുത്ത ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞു, വമയ്യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചോ അവൻ അല്ലാഹുവിനെയാണ് അനുസരിച്ചത്. കാരണം അല്ലാഹു പറയാത്ത, അല്ലാഹു പഠിപ്പിക്കാത്ത ഒരു സൂചി പൊട്ട് കാര്യം പോലും ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ വക എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചിട്ടില്ല. വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയുഹാ, അല്ലാഹു കൊടുക്കുന്ന വഹിയല്ലാതെ ആ പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറഞ്ഞിട്ടില്ല. ആ അനുസരിക്കപ്പെടാൻ പ്രിയമുള്ളവർ റസൂലുള്ളാഹിന്റെ ഖുത്ബകളിലൊക്കെ പറഞ്ഞു, വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും ഷർറുള്ളത് പുതുതായി കടന്നു വരുന്നതാണ്.
റസൂലുള്ളാന്റെ വേറൊരു ഹദീസിൽ ഇതേ വിഷയം കാണാം. റസൂലുള്ളാന്റെ ശബ്ദം ഉയരാറുണ്ട്, മുഖം ഇങ്ങനെ കണ്ണുകൾ ചുവന്നു തുടിക്കാറുണ്ട്. ഒരു സൈന്യത്തോട് തന്റെ സൈന്യാധിപൻ താക്കീത് കൊടുക്കുന്ന പോലെ. അള്ളാന്റെ റസൂൽ ഏതെല്ലാം ഖുത്ബ നടത്തിയോ ആ ഖുത്ബകളിൽ മുഴുവൻ പ്രവാചകൻ പറഞ്ഞ വാക്കാണ് ബിദ്അത്തുകൾക്കെതിരെ, മതത്തിൽ പുതുതായി കടന്നു വരുന്ന കാര്യങ്ങൾക്കെതിരെ. പ്രിയമുള്ളവരെന്തുകൊണ്ടാണെന്നറിയോ? അള്ളാന്റെ മുത്ത് റസൂല് പോലും എന്റെ വക ഇന്നതാണെന്ന് പറഞ്ഞ് അള്ളാന്റെ ദീനിൽ പറഞ്ഞിട്ടില്ല. അംലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യുഅദൻ ബിഹില്ല. അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ മതത്തിൽ നിയമം വെക്കുന്ന വല്ല പങ്കുകാരും അവനുണ്ടോ എന്നാണ് അള്ളാന്റെ ചോദ്യം. മതത്തിൽ നിയമം വെക്കാനുള്ള അധികാരം ആരുടേതാണ്? അള്ളാന്റേതാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലുമല്ല. ആ അള്ളാന്റെ അധികാരത്തിൽ പങ്കുവെക്കുന്ന വല്ല പങ്കുകാരും അവനുണ്ടോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് 9 അറഫയുടെ ഹജ്ജത്തുൽ വിദായില് അസർ നമസ്കാര ശേഷം ഒട്ടകപ്പുറത്തിരിക്കുമ്പോ 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനം ഇസ്ലാമിനെ പൂർത്തീകരിച്ചു എന്നുള്ള ആയത്തിറങ്ങുമ്പോ, പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്കുള്ള മുഴുവൻ കാര്യങ്ങളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങളോട് ഞാൻ പഠിപ്പിച്ചിട്ടല്ലാതെ വിട്ടേച്ചു പോയിട്ടില്ല എന്നുള്ള ഗ്യാരണ്ടി ലോകത്തിന്റെ പ്രവാചകൻ പറയുമ്പോഴാണ് പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായ കടന്നുപോയ റബീഉൽ അവ്വൽ 12 അതൊരു പ്രവാചകൻ ആഘോഷിക്കാത്ത ആഘോഷങ്ങളെ കൊണ്ടുവരുമ്പോ, സ്വഹാബത്തിന് പരിചയമില്ലാത്ത ആചാരങ്ങളെ കൊണ്ടുവരുമ്പോ അത് മുഹ്ദസാത്താണ്, പുത്തനാചാരങ്ങളാണ്, വഴിപിഴച്ചതാണ്, അതിന്റെ പര്യാവസാനങ്ങൾ നരകത്തിലാണ് എന്ന് ബോധ്യമുണ്ടാവണം. പ്രിയമുള്ളവരെ, അള്ളാനെയും റസൂലിനെയും അനുസരിക്കണമെന്ന് പറഞ്ഞിട്ട് അള്ള ചേർത്തി പറഞ്ഞ മറ്റൊരു വാക്കുകൂടിയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു അത്തീഉല്ലാഹ വഅത്തീഉർ റസൂല. അള്ളാനെയും റസൂലിനെയും അനുസരിക്കണേ വിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട് അള്ള പറയാണ്, വലാ തുബ്തിലു അഅമാലക്കും. നിങ്ങളുടെ അമലുകളെ നിങ്ങൾ ബാത്തിലാക്കി കളയല്ലേ. അള്ളയും റസൂലും അനുസരിക്കാത്തതൊക്കെ ചെയ്തിട്ട് നമ്മളതിനെ ബാത്തിലാക്കി കളയുന്ന ഒരു പ്രവണതകൾ ഉണ്ടാവരുത്. നമ്മളറിയില്ല, നമ്മൾ വിചാരിക്കുന്ന നല്ല പ്രവണതകളല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. എന്തൊക്കെ പ്രിയമുള്ളവരെ, ഒരു പ്രവാചക ചര്യക്ക് വിഘ്നമായിട്ടുണ്ടാക്കുന്ന കാഫിരിങ്ങളാണ് മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് നടന്ന് നിങ്ങളുടെ ഭക്ഷണം കഴിക്കല്ലേ എന്ന് പറഞ്ഞു. മുത്തുനബിയുടെ പേരും പറഞ്ഞിട്ട് അത് കൊണ്ടുവന്ന റോഡിൽ ഈമാനിന്റെ മേഖലകളെ എണ്ണുമ്പോ അവിടെന്ന് പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാനിന് 70 പരം ശാഖകളുണ്ട്. അതിലൊന്നാമതായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്. അതിന്റെ താഴെത്തട്ടെന്ന് പറയുന്നത് വഴിയിൽ നിന്ന് ഉപദ്രവ വസ്തുക്കളെ നീക്കം ചെയ്യലാണ്. പ്രിയമുള്ളവരെ, റോഡ് ഗതാഗതങ്ങളിൽ ട്രാഫിക് ബ്ലോക്കുകൾ സൃഷ്ടിച്ചുകൊണ്ട് ആളുകളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ഘോഷയാത്രകളുടെ അകമ്പടികൾ എന്ന് പറയുന്നവർ, ജനങ്ങൾക്ക് വേണ്ടത് ആഘോഷങ്ങളാണ്, സെലിബ്രേഷനുകളാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ നിങ്ങൾക്ക്? ഇന്ന് പ്രവാചകന്റെ പേരിൽ ജന്മദിനം ആഘോഷിക്കുന്നു, മറുഭാഗത്ത് ഓണം സെലിബ്രേഷൻ നടക്കുന്നു, മറുഭാഗത്ത് ടീച്ചേഴ്സ് ഡേയുടെ ആഘോഷങ്ങൾ നടക്കുന്നു. അതിനിടയിലും ചിലർ മോശമാക്കണ്ടെന്ന് കരുതി ജുമാ മുബാറക് എന്ന് പറഞ്ഞ് അതിന്റെ മെസ്സേജുകൾ അയക്കുന്നു. നമ്മളെ മനുഷ്യരെ മനസ്സിലാക്കേണ്ടത് ആഘോഷങ്ങളോട് ട്രെൻഡ് കാണിക്കുന്ന ജനതകളെയാണ്. അവർക്ക് അല്ലാഹുവിന്റെ പള്ളികളിൽ ജമാഅത്ത് പ്രശ്നമില്ല. ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 3,23,000 വരുന്ന ഹർഫുകളിലെ എത്ര ഹർഫ് പാരായണം ചെയ്തെന്ന് ചോദിച്ചാൽ അവരുടെ അക്കൗണ്ടുകൾ ശൂന്യമായിരിക്കാം. പക്ഷേ ആലോചിക്കേണ്ടത് ആഘോഷങ്ങളുടെ വഴികളിലൂടെ കടന്നു വരുമ്പോ ഈ ഒരു സെലിബ്രേഷന്റെ രീതി ഉത്സവങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ, പള്ളിപ്പെരുന്നാളുകളിൽ, അതുപോലെ തന്നെ ഇനി ഇത് കഴിഞ്ഞാലുള്ള ഓണം സെലിബ്രേഷനുകളിൽ എല്ലാം അവരുണ്ട്. ഒറ്റക്കാര്യം പറയാനുള്ളൂ. ഒരൊറ്റ ഖുത്ബ ഈ മിമ്പറിൽ നടത്തിയപ്പോ സ്വർഗത്തിന്റെ ആളുകളും നരകത്തിന്റെ ആളുകളും തമ്മിലുള്ള സംഭാഷണങ്ങളെ വിശദീകരിക്കുന്നിടത്ത് സ്വർഗത്തിന്റെ ആളുകളോട് നരകത്തിന്റെ ആളുകൾ കെഞ്ചി പറയുന്ന ഒരു വാക്കുണ്ട്, അന്നഫീലു അലൈനാ മിനൽ മാ. ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്കൊന്ന് ചൊരിഞ്ഞു തരുമോ? ഔ മിമ്മാ റസഖകുമുല്ലാഹ്. അതല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് തന്ന ഉപജീവനങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊന്ന് ചൊരിഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ സ്വർഗത്തിന്റെ ആളുകൾ തിരിച്ചു പറയുന്ന ഒരു മറുപടിയുണ്ട്, ഇത് അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഹറാമാക്കിയതാണ്, അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഹറാമാക്കിയതാണ്, നിങ്ങൾക്കിത് ലഭ്യമല്ല എന്ന് സ്വർഗത്തിന്റെ ആളുകൾ തിരിച്ചു പറയുമ്പോ പ്രിയമുള്ളവരെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. സ്വർഗത്തിന്റെ പരിമണമില്ലാതെ, സ്വർഗത്തിന്റെ വെള്ളമില്ലാതെ
ഈ ഒരു പരാജയത്തിലേക്ക് നടന്നു നീങ്ങുന്ന ആളുകൾ. അതുകൊണ്ട് മുത്തുനബിയോട് സ്നേഹമുണ്ടോ? ആ റസൂലുള്ളാഹിനെ പിന്തുടരാൻ അറിയോ നിങ്ങൾക്ക്? പരലോകത്ത് കടന്നു വരുമ്പോ ഹൗദുൽ കൗസർ എന്ന സുന്ദര പാനീയം, വേദന കൊണ്ട് പറയാ നിങ്ങളോട്, ആളുകളെ മുഴുവൻ വഞ്ചിപ്പിച്ച് പറയും, നരകത്തിലെ അബൂലഹബിനെ, നരകത്തിലെ സുവൈബ എന്ന് പറയണ അടിമ സ്ത്രീ കാണുമ്പോ, നരകത്തിലെ അബൂലഹബിന് തിങ്കളാഴ്ച കൂൾ ഡ്രിങ്ക്സ് കിട്ടിയിട്ടുണ്ട് റസൂൽ ജനിച്ചതിന്റെ പേരിൽ എന്ന് പറഞ്ഞ് ഇതാണ് ആഘോഷിക്കാനെന്ന് തെളിവ് പിടിക്കുന്ന ആളുകളോട് അള്ളാന്റെ ഖുർആന് മാറോട് ചേർത്ത് വെക്കുന്നവരെ ആ അബൂലഹബിനെ പറ്റി അള്ളാഹ് പറഞ്ഞതെന്താ? അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ. തീർന്നു, ലഹബിന്റെ കഥ കഴിഞ്ഞു പോയി. അവന്റെ ഒന്നും അവന് ഉപകാരപ്പെടില്ല. അവന്റെ സമ്പത്തില്ല, ഇണകളില്ല, അവന്റെ മക്കളില്ല. അവൻ കത്തിയാണെന്ന നരകത്തിലൂടെ എരിഞ്ഞമരുന്നവനാണെന്ന് അല്ലാഹ് പറഞ്ഞ ലഹബാണോ നമുക്കുള്ള മാതൃക? എങ്കിൽ നമ്മൾ ആലോചിക്കണം, നരകത്തിലെ കൂൾ ഡ്രിങ്ക്സ് അല്ല വേണ്ടത്, അള്ളാന്റെ സ്വർഗത്തിന്റെ ഹൗദുൽ കൗസറാണ്. ആ ഹൗദുൽ കൗസറാണ്. ഈ ആഘോഷത്തിന്റെ പിന്നാലെ നടന്നതിന്റെ പേരിൽ, മതത്തിൽ പുതിയ ആചാരങ്ങളെ കൊണ്ടുവന്നതിന്റെ പേരിൽ, മുത്തുനബിയോടുള്ള ഇഷ്ടമല്ലാട്ടോ റസൂലുള്ളാന്റെ വാക്ക് ലംഘിച്ചതിന്റെ പേരിൽ പുതിയത് നിങ്ങൾ കൊണ്ടുവരല്ലേ എന്ന് ഓരോ ഖുത്ബകളിലും മുഖം ചുവന്ന് തുടിക്കുമാറ് ഗൗരവത്തോടുകൂടെ പറഞ്ഞിട്ടും കൊണ്ടുവന്നവരെ ഹൗദുൽ കൗസർ ഇങ്ങനെ മുക്കിക്കൊടുക്കുമ്പോ, തന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ കാണുമ്പോ, അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവർക്കുമിടയിൽ അല്ലാഹു മറയിട്ടു കൊടുക്കുമ്പോ പ്രവാചകൻ പറയുമല്ല, ഇവരെന്റെ ഉമ്മത്താണ് റബ്ബേ, എന്റെ സമുദായമാണ്. അല്ലാഹ് പറയുന്നുണ്ട്, സുഹുക്കൻ സുഹുക്കാ, ദൂരെ പോ, ദൂരെ പോ, എന്റെ മതത്തിൽ കലർപ്പുണ്ടാക്കിയവരെ ദൂരെ പോ എന്ന് പറഞ്ഞ് അവരെ ആട്ടിയോടിക്കുന്നതാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, എന്റെ മതത്തിൽ കലർപ്പുണ്ടാക്കിയവർ, മൻ ബദ്ദല ഫീ ദീനി, എന്റെ മതത്തിൽ പകരമുണ്ടാക്കിയവരെ ആട്ടിയോടിക്കുന്നതാണ്. നബിയോട് നിങ്ങൾക്ക് ജനിച്ചതിന്റെ പേരിൽ മഹബത്തുണ്ടോ? സ്വഹീഹ് മുസ്ലിം 1172 നമ്പർ ഹദീസാണ്. അവിടുന്ന് തിങ്കളാഴ്ച നോമ്പ്, സുഇല അൻ സൗമി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ചയുടെ നോമ്പ്, ഫീഹി വിളിച്ചു, ഞാൻ ജനിച്ച തിങ്കളാഴ്ചയാണ്. വബുഇസ്തു, എന്നെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. ഔൻസില അലയ്യൽ ഖുർആൻ, അതല്ലെങ്കിൽ എനിക്ക് ഖുർആൻ അവതീർണമായത്. നിങ്ങൾ നോക്ക്, ഇന്ന് വെള്ളിയാഴ്ചയായതുകൊണ്ട് റാലി നടത്താൻ കഴിയാത്തവർ, നാളേക്ക് മാറ്റിവെച്ചവർ, തിങ്കളിലേക്ക് മാറ്റിവെച്ചവർ, ഈ മാസം മുഴുവൻ ആഘോഷിക്കാൻ തയ്യാറെടുത്തവരോട് ഇതാ വരുന്ന തിങ്കളാഴ്ച എന്റെ മുത്തുനബി അള്ളാഹു തന്നതിന്റെ പേരിൽ സന്തോഷിക്കാൻ അല്ല പറഞ്ഞ ആഘോഷം ഏത് രീതിയിലാണ്? അതൊരു ഈദല്ല, അതൊരു സൗമാണ്, ഒരു നോമ്പാണ്, അള്ളാഹ്ക്ക് വേണ്ടി സുന്നത്ത് നോമ്പെടുക്കലാണ്. അങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞോ? അതല്ല, അള്ളാന്റെ കഅബാലയത്തിൽ നിന്ന് ഹജറുൽ അസ്വദ് മോഷ്ടിച്ചു കൊണ്ടുപോയി അത് വാങ്ങിവെച്ചതിന്റെ പേരിൽ അമ്പ് ചെയ്ത് അതിനെ തകർത്ത് കളഞ്ഞ് ഇസ്ലാമിന്റെ ശത്രുക്കളായി നിലകൊണ്ട് ഫാത്തിമിയാക്കൾ എന്ന പേര് സ്വീകരിച്ച ഉബൈദിയാക്കൾ ഷിയാക്കളിലെ തീവ്രവാദ വിഭാഗമാണ്. അവർ കൊണ്ടുവന്ന മുല്ല ഉമർ എന്ന് പറയുന്ന കൊണ്ടുവന്ന റബീഉൽ അവ്വൽ 12 6 ആഘോഷങ്ങൾ, ജന്മദിനാഘോഷങ്ങൾ, അലിയുണ്ട്, ഫാത്തിമയുണ്ട്, ഹസനുണ്ട്, ഹുസൈനുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്, അൽ ഖലീഫത്തുൽ ഹാദിർ എന്ന് പറയുന്ന അന്നത്തവരുടെ ഭരണാധികാരിയുടെയും ആ ജന്മദിനാഘോഷങ്ങളിൽ നിന്ന് ആ ഷിയാക്കൾ കൊണ്ടുവന്ന് ഈ സെലിബ്രേഷനാണോ നമുക്ക് ആവശ്യമുള്ളത്? എവിടെയാണ് മുത്തുനബിയോട് ഇഷ്ടം വെക്കാൻ? അതുകൊണ്ട് സ്നേഹമുണ്ടോ? അനുസരിക്ക്. എന്റെ പ്രവാചകൻ വേണ്ട എന്ന് പറഞ്ഞ ബിദ്അത്തിനെ നമ്മൾ കരുതുന്ന നിസ്സാരമായ വാക്കൊന്നുമില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയുടെ മുന്നില് ഒരാൾ തുമ്മിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നമ്മൾ കേൾക്കുമ്പോ നല്ല പദമല്ലേ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുണ്ട്, വലൈസ ഹകദാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ പറയാൻ ലോകത്തിന്റെ പ്രവാചകൻ നമ്മളോട് പഠിപ്പിച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പഠിപ്പിച്ചതാരാ? അള്ളാന്റെ റസൂലാണ്. അത് കേട്ട യർഹമുക്കല്ലാഹ് എന്ന് പറയണം. അതിന്റെ കൂടെ വസ്സലാമു അലാ റസൂലില്ലാഹ്, അള്ളാന്റെ റസൂലിന് അള്ളാന്റെ രക്ഷയുണ്ടാവട്ടെ. നല്ല പദമല്ലേ, നല്ല അർത്ഥമല്ലേ? പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? അത് പറയാൻ പറ്റൂല. അപ്പൊ നല്ല പുത്തൻ ആധാരല്ലേ? ഏതോമന പേരിട്ട് കൊണ്ടുവന്നാലും മുത്തുനബിക്ക് പരിചയമില്ലാത്ത, സഹാബത്തിന് പരിചയമില്ലാത്ത, താബീങ്ങൾക്ക് പരിചയമില്ലാത്ത, തബൗതാബീങ്ങൾക്ക് പരിചയമില്ലാത്ത ഇത്തരം സെലിബ്രേഷനുകളല്ല വേണ്ടത്. പൂർണ്ണമായി അനുസരിക്കുക. അള്ളാന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാം.
അല്ലേ? അള്ളാന്റെ പ്രവാചകനെ കാണാൻ, നബീന്റെ കൂടെ സ്വർഗത്തിലെത്താൻ സ്വഹാബത്ത് അങ്ങനെയാണ് അനുസരണത്തിൽ. രണ്ടാമത്തെ മേഖല നമുക്ക് കാണാം ഇത്തിബാഅൻ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക. അള്ളാന്റെ ഖുർആൻ പറയാണ്, റസൂൽ അവരോട് പറഞ്ഞു കൊടുക്ക, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. റസൂൽ അവരോട് പറഞ്ഞു കൊടുക്ക, നിങ്ങൾ അള്ളാഹനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിന്തുടർന്നോ, യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി പുറത്തു തരുന്നതാണ്. എന്താ പറഞ്ഞേ? നമ്മൾ അള്ളാഹനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ആ ആയത്തിനെ 3-ാം സൂറത്ത് ആൽ ഇംറാൻ 31-ാമത്തെ ആയത്താണ്. നമ്മൾ അള്ളാഹനെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു തിരിച്ച് നമ്മളെ ഇഷ്ടപ്പെടാം. പക്ഷെ ഒരൊറ്റ കണ്ടീഷനാണ്. റസൂല് അവരോട് പറ, ഫത്തബിഊനി, എന്നെ നിങ്ങൾ ഫോളോ ചെയ്യേ, എന്നെ നിങ്ങൾ പിന്തുടരേ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നാൽ അള്ളാഹു നമ്മളെ തിരിച്ചിഷ്ടപ്പെടും. അപ്പൊ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവർ ചെയ്യേണ്ട വഴി എന്താ? മുത്തനബീനെ പിന്തുടരല. നമുക്കങ്ങനെ കഴിഞ്ഞോ? നടത്തത്തിലും ഇരുത്തത്തിലും അനക്കത്തിലും ഒതുക്കത്തിലും കുടുംബത്തിലും രാഷ്ട്രീയ രാഷ്ട്രാന്തരിക സാമ്പത്തിക ദാമ്പത്തിക മേഖലകളിലെല്ലാം അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ടായിട്ട് അതിനെ പിന്തുടരാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, സ്വഹാബത്തൊക്കെ നബിയോട് സ്നേഹമുള്ളവരാണ്. അവരാരും 12 ആഘോഷിച്ചിട്ടല്ല. അവരുടെ സ്നേഹത്തിനൊന്നും കണക്കില്ല. അവർ മുത്തനബി. അപ്പൊ നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹിക്ക് ചെരങ്ങ, നമ്മൾ വിളിക്കുന്ന ചെരക്ക എന്ന് പറയുന്ന കറി വെക്കുന്ന അള്ളാന്റെ മുത്തനബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെജാൻ, പച്ചക്കറിയാണ്. അത് കഴിക്കാതിരുന്ന പല സഹാബത്ത് പോലും മുത്തനബിക്ക് ഇഷ്ടാണെന്ന് പറഞ്ഞപ്പോ അവര് പോലും അതിനെ പ്രേമിച്ചു എന്നാൻ, അവര് പോലും അതിനെ ഇഷ്ടപ്പെട്ടു എന്നാൻ. അതാണ് സഹാബത്തിന്റെ പ്രത്യേകത. അങ്ങനെ മുത്തനബീനെ സ്നേഹിച്ചവരെ നമ്മൾ ആ ഗണത്തിൽ. അവർക്കാർക്ക് ഈ 12 സെലിബ്രേഷൻ ഒന്നും പരിചയമില്ലായിരുന്നു. അവർ പിന്തുടർന്ന് മുത്തനബീനെ, അനുസരിച്ചു മുത്തനബീനെ. അതിനപ്പുറത്ത് അവർക്ക് രണ്ടാമതൊരു വാക്കില്ല. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന 3787 നമ്പർ ഹദീസിലെ സ്വർണത്തിന്റെ മോതിരം ഇങ്ങനെ കയ്യിലണിഞ്ഞിട്ട് ഒരാൾ വന്നപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ അങ്ങോട്ട് വലിച്ചെറിയാൻ. പ്രവാചകൻ അവിടുന്ന് പോയപ്പോ അവർ പറഞ്ഞു, തംഫിയോ, അത് എടുത്ത് വെക്കാലോ, ഉപകാരം ചെയ്യാം, എന്തേലും ചെയ്യാം, നീ അതിന് അണിയണ്ട, മറ്റു നിനക്ക് ഉപകാരം ചെയ്യാലോ. ആ സഹാബ പറഞ്ഞ വാക്കുണ്ട്, വല്ലാഹ്, അള്ളാന്റെ പ്രവാചകന്റെ കരങ്ങളെ കൊണ്ട് വലിച്ചെറിഞ്ഞത് ഇനി എന്റെ കൈ കൊണ്ട് ഞാൻ തൊടൂല എന്നാ. അതാ മുത്തനബിയോടുള്ള സ്നേഹം. അവരുടെ ഇഷ്ടം അങ്ങനെയാണ്. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ ശത്രുക്കൾ ഇങ്ങനെ കൊണ്ടുവന്ന് കഴുമരത്തിലേറ്റാൻ വേണ്ടി നിൽക്കുമ്പോ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, ഖുബൈബേ, രക്ഷപ്പെടാനുള്ള അവസരമുണ്ട്. അതുഹിബ്ബു അന്ന മുഹമ്മദൻ മക്കാനക്, നിന്റെ സ്ഥാനത്ത് മുഹമ്മദനെ നീ ആക്കി തരികയാണെങ്കിൽ, വഅൻത സലീം, നീ സുരക്ഷിതനാ, മഅഫാ ഫീ അഹ്ലിക, നിന്റെ കുടുംബത്തിൽ നിനക്ക് സന്തോഷത്തോടെ കഴിയാലോ. മുഹമ്മദിനൊന്നും ഇങ്ങോട്ട് വിട്ടെന്നാ മതി. ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്നറിയാം, കൊല്ലാൻ പോവാ. ആ മുത്തനബിയുടെ കാലിൽ നിങ്ങൾ കൊല്ലല്ല, ആ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു അവരങ്ങനെ സ്നേഹിക്കാൻ, പിന്തുടരാൻ ഞങ്ങളുണ്ട് റസൂലേ, ഇത്തിബാ ചെയ്ത് ജീവിക്കാൻ ഞങ്ങളുണ്ട്. അവര് റസൂൽ എന്ത് പറഞ്ഞു അതിനനുസരിക്കാം. അങ്ങ് ഇവിടെ നാട്ടിൽ നിൽക്കാൻ നിങ്ങളുടെ തൗഹീദിന് തടസ്സാകുമോ? അബ്ശീനിയുടെ മണ്ണിലേക്ക് പോ. മക്ക എന്ന് പറയുന്ന നാടോ വീടോ സമ്പത്തോ കുടുംബോ പ്രശ്നമല്ല. റസൂല് പറഞ്ഞു ഞങ്ങൾ പോവാൻ റെഡിയാണ്. അവിടുന്ന് പിന്നീട് മക്കയിൽ തിരിച്ചു വന്ന് നിൽക്കാൻ കഴിയാതെ വന്നപ്പോ മദീനയുടെ യസ്രിബിന്റെ മണ്ണിലേക്ക്, പിന്നീട് അത് മദീനത്തുർ റസൂലില്ല, ഇനി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കും യസ്രിബ്. അവിടേക്ക് അവരെല്ലാം കൊണ്ട് കടന്നുപോയി. വീടിവിടെ, സമ്പത്തിവിടെ. കണ്ണീരോട് അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു പോകുമ്പോഴും അവിടുന്ന് കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നോക്കിയത് പിച്ച വെച്ച് നടന്ന മക്കയുടെ മാറിടത്തോട്, ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട്, പറന്നു വീണ മക്കയുടെ മടിത്തട്ടിനോട്, ഹൃദയം ഭരിച്ചെടുത്ത വേദനയോടുകൂടെ യാത്ര പറയുമ്പോ അല്ലാഹു പറഞ്ഞു, റസൂലേ, ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിന്റെ വാക്ക്, അങ്ങ് തിരിച്ചു വരും ഈ ഒരു മണ്ണിലേക്ക്. അവരുടെ സമ്പത്തിനേക്കാളും വീടേക്കാളൊക്കെ റസൂലുള്ളാഹി പറഞ്ഞു പോകാൻ, എങ്കിൽ ഞങ്ങൾ റെഡിയാണ്. ബദറിലേക്ക് ഇത്രയും വരുന്ന ആളുകളൊക്കെ പോരിടാൻ, ആയുധങ്ങളൊന്നുമില്ലാത്ത പട്ടിണിക്കോലങ്ങളോട് ഇറങ്ങല്ലേ എന്ന് പറയുമ്പോ ഇറങ്ങാൻ ഞങ്ങൾ റെഡിയാ റസൂലേ. നിങ്ങൾക്കറിയോ പ്രിയമുള്ളവരെ, ഒരു യുദ്ധത്തിന് ഇറങ്ങിയവരായിരുന്നില്ല അവർ. അബൂ സുഫിയാൻ എന്ന കച്ചവടക്കാരനെ തടയാൻ വേണ്ടി പോയവർ ആയുധങ്ങളൊന്നുമില്ലാതെ യുദ്ധത്തിൽ ഇടപെടുമ്പോ
മൂന്നിരട്ടി വരുന്ന ശത്രുസേനകളെ പോരടിക്കുമ്പോ അവിടെയും റസൂലെ ഞങ്ങളുണ്ട് കൂടെ. ശ്രദ്ധേയമല്ല മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, റസൂലെ അങ്ങൊരു സമുദ്രത്തിൽ ഊളയിട്ടാൽ അവിടെ ഞങ്ങളും ഊളയിടും റസൂലെ. അങ്ങവിടെ ടെന്റിൽ ഇരുന്നാ മതി, ഞങ്ങൾ യുദ്ധം ചെയ്തോളാം. ഞങ്ങളുടെ ഹുൽക്കൂമകളിലൂടെ തൊണ്ടക്കുടികളിലൂടെ അമ്പ് തറക്കുന്നത് കാണുമ്പോ അങ്ങ് മടങ്ങണം മദീനയിലേക്ക്. അവിടെ അങ്ങയെ സ്വീകരിക്കാൻ ആളുകളുണ്ടാകും. മൂസ, നീയും നിന്റെ റബ്ബും ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞ് നന്ദികേടിന്റെ വാക്ക് ഞങ്ങൾ പറയില്ല നബിയെ എന്ന് പറഞ്ഞ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അവരങ്ങനെ പിന്തുടരാൻ, അങ്ങനെ പിന്തുടർന്നു ലോകത്തിന്റെ പ്രവാചകനെ. ഇതാണ് മഹബ്ബത്തു റസൂൽ എന്ന് പറയാം. 2 കൊല്ലത്തിലൊരു ദിവസം അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു നേതൃത്വം കൊടുക്കുന്ന നബിദിന ഘോഷയാത്രയിൽ മുഹാജിറുകളും അൻസാറുകളുമാകുന്ന കുട്ടികളുടെ ദഫിന്റെ അകമ്പടികളോടുകൂടെ പ്രവാചകന്റെ കവി ഷാഇർ റസൂൽ ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹുവിന്റെ ഈരടികൾക്ക് മധുര ശബ്ദത്തിന്റെ ഉടമ ബിലാൽ ബിൻ റബാഹയുടെ ഗാനാലാപനത്താൽ ആണ്ടിൽ ഒരു നബിദിന ഘോഷയാത്ര നടത്തിയിട്ടല്ല അള്ളാന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സ്നേഹിച്ചത് എന്നുള്ളതാണ്. നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ ചെയ്തു ഇല്ലേ? لتتبعن سنن من كان قبلكم شبرا بشبر وذراعا بذراع حتى لو دخلوا في جحر لب لتبعتموهم. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങളുടെ പൂർവികരെ നിങ്ങൾ പിന്തുടരുമെന്നാണ്. ഹത്താ ഏതവരെ ലൗ ദഖലൂ ഫീ ജുഹരി ലബ്ബിൽ ലതബിഅതുമൂഹും, ഒരു ഉടുമ്പിന്റെ മാളത്തിലെങ്ങാനും അവര് കയറിപ്പോയാൽ അതുപോലും നിങ്ങൾ അനുകരിച്ച് കടന്നു പോകുന്നതാണ്. അവര് ജൂത ക്രിസ്ത്യാനികളാണോ നബിയെ? അവരല്ലാതെ പിന്നെ ആരാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജൂത ക്രിസ്ത്യാനികളെ പിന്തുടരാ, ഒരു ചെരുപ്പിനോട് മറ്റൊരു ചെരുപ്പ് യോജിക്കുന്നത് പോലെ ഒക്കെ വല്ലാത്ത വാക്കാൻ. നമ്മൾ ഒരു കമ്പനിയുടെ ചെരുപ്പ് ഉപയോഗിച്ച് അതിൽ ഒരു ചെരുപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയാ കടയിൽ പോയിട്ട് മറ്റേ ഒരു ചെരുപ്പ് മാത്രം നമ്മൾ പുതിയത് വാങ്ങൂല. എന്തുകൊണ്ടാണെന്നറിയോ? ഒരേ കമ്പനി ഇറക്കിയ ചെരുപ്പന്നെ കുറെ നാൾ ഉപയോഗിച്ച ഇന്ന് ഒരെണ്ണം മാത്രം മാറിയാൽ അതിന് മാറ്റം ഉണ്ടാവും, തേയ്മാനം ഉണ്ടാവും. അള്ളാന്റെ ഹബീബ് പറഞ്ഞെന്താണ്? ഒരു ചെരുപ്പിനോട് മറ്റൊരു ചെരുപ്പ് യോജിക്കണ പോലെ. അതേപോലെ ജൂത ക്രിസ്ത്യാനികളോട് ചേർന്ന് നിൽക്കുന്ന പ്രവണത ഈ ജയന്തികളും ആഘോഷങ്ങളും ക്രിസ്മസുകളും ഒക്കെ കൊണ്ടുവന്ന്, പ്രിയമുള്ളവരെ, അവിടെയൊക്കെ നമ്മൾ ആലോചിക്കണം, എന്റെ പ്രവാചകന്റെ മാതൃകയാണോ? എന്റെ പ്രവാചകന്റെ മാതൃകയാണോ? സൗബാൻ റളിയല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ ഓടി വന്ന് എപ്പോഴും റസൂലുള്ളാഹിനെ കാണാനുള്ള മോഹം, ഇഷ്ടമുണ്ടോ പ്രിയമുള്ളവരെ? ലോകത്തിന്റെ മുത്തിനെ കാണാൻ ആഗ്രഹമുണ്ട് പ്രിയമുള്ളവരെ? റസൂലുള്ളാഹിന്റെ മുഖം കാണാൻ ആഗ്രഹമുണ്ട് പ്രിയമുള്ളവരെ? അള്ളാന്റെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ചേരാൻ ഖുത്ബ വെറുതെ ആവില്ലേട്ടോ. ഇവിടെ നിന്നിറങ്ങുമ്പോ ഈ ആയത്തിന് നെഞ്ചിലേറ്റിയിട്ടിറങ്ങിക്കോ. അള്ളാന്റെ ഹബീബിന്റെ കൂടെ സ്ഥാനം കിട്ടാൻ ഓടി ഓടി വരുന്ന സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ റളിയല്ലാഹു അൻഹു അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ സങ്കടത്തോടെ നിൽക്കുമ്പോ, മാലി അറാക മഹ്സൂന, നിന്നെ ദുഃഖിതനായി കാണുന്നല്ല സൗബാൻ, എന്ത് പറ്റി മോനെ എന്ന് ചോദിക്കുമ്പോ, കാണാനുള്ള ആഗ്രഹമുണ്ടപ്പോ ഓടി വരലുണ്ട് റസൂലേ, പക്ഷെ സ്വർഗത്തിലെ ഇതുപോലെ കാണാൻ കഴിയില്ലല്ലോ. അങ്ങ് സ്വർഗത്തിലാണ്, ഈ സൗബാൻ അല്ല തരുമെന്ന് ഉറപ്പില്ല. തന്നാൽ പോലും അങ്ങ് ഉന്നതമായ ദറജയിലാണ്, എനിക്കവിടെ കാണാൻ പറ്റോ? ആ സമയത്താണ് ഖുർആനിന്റെ മനോഹരമായ ആയത്തിറങ്ങുന്നത്. അല്ലാഹു തആല പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കാനുള്ള മനസ്സുണ്ടോ? നബിമാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ സ്വർഗത്തിലാൻ. 4-ാമത്തെയും 65-ാമത്തെ ആയത്ത്. അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്ക. പല സെലിബ്രേഷനും പുറത്തുണ്ടാവും. ഞാൻ നബിദിനത്തിനൊന്നുമില്ല എന്ന് പറയുന്നവരോടും പുറത്തിങ്ങനെ പലതുണ്ടാവും. ഉറിയാടികൾ ഉണ്ടാകും, ഇവിടെ കസേരക്കളികൾ ഉണ്ടാകും. ഇവിടെ പ്രിയമുള്ളവർ, അതിലൊന്നും ഞാനില്ലെങ്കിലും വായും പടർന്ന് നോക്കി നിൽക്കുന്നവരെ അള്ളാന്റെ കോടതിയിൽ രക്ഷപ്പെടുമെന്ന് ലഹബുകളുടെ ലാബുകളുടെ വിനോദങ്ങളുടെ അതിപ്രസരങ്ങളെ നാട്ടിലൂടെ നടമാടുമ്പോ എന്റെ സഞ്ചാരപഥത്തിന് എന്റെ പ്രവാചകൻ എനിക്ക് തന്നൊരു പാതയുണ്ട്. സ്വഹാബത്തിന്റെ മുന്നിൽ നേർമാർഗ ഒരു രേഖ ഇങ്ങനെ വരച്ചിട്ട്, ഇതാണ് എന്റെ നേർമാർഗമെന്ന് അതിന്റെ വലത്തോട്ടും ഇടത്തോട്ടുമുള്ള ചെറിയ വരകൾ വരച്ചിട്ട്, വലാ തത്തബിഉ സുബുല, ഈ മാർഗങ്ങളെ നിങ്ങൾ പിന്തുടരണ്ട എന്ന് പറഞ്ഞ പ്രവാചകന്റെ പാത. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിബിധനത്തിന്റെ പേരിൽ ജൂതനോട് സാദൃശ്യനാവനുണ്ടോ? സെലിബ്രേഷന്റെ പേരിൽ, ഇസ്ലാമികമല്ലാത്ത ആഘോഷങ്ങളിൽ നിങ്ങൾ തിമിർക്കാനുള്ള ഉദ്ദേശമുണ്ടോ? മൻ തശബ്ബഹ ബിഖൗമിൻ
ഫഹുവ മിൻഹും. ആര് ഏതൊരു സമുദായത്തോട് സാദൃശ്യനായോ അവൻ അവരിൽപ്പെട്ടവനാണ്. തീവ്രവാദി എന്ന്, വർഗീയവാദി എന്ന്, ഭീകരവാദി എന്ന് ഏതോ ഓമന പേരിട്ട് ലാബിലിട്ട് മാറ്റി നിർത്തുമ്പോഴും എന്റെ സ്വർഗത്തിന്റെ പാതക്ക് തടസ്സമുണ്ടാകുന്നതിനോട് പറയാനും തടുക്കാനും ഒന്നും കരുത്തില്ലെങ്കിലും മനസ്സ് വെറുത്ത് മാറിപ്പോകാൻ വദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ മേഖല. അതിനെങ്കിലുമുള്ളൊരു ക്വാളിറ്റി ഈ തഖ്വ മസ്ജിദിലൂടെ ജുമുഅക്ക് വരുന്നവരെ ഉണ്ടാകണം. അവിടെയാ മുത്തുനബിയോടുള്ള മഹബത്ത്, അവിടെയാ മുത്തുനബിയോടുള്ള സ്നേഹം അനുസരിക്കാൻ, പിന്തുടരാൻ, ഫോളോ ചെയ്യാൻ ഹൃദയത്തിന്റെ മാണിക്യ കൊട്ടാരത്തിലെ മണിമുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ വേറൊരു നായകനും ലോകത്തിന്റെ മുന്നിലില്ല എന്ന പാഠത്തോടെ പഠിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. ما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, മുത്തുനബിയോടുള്ള മഹബത്ത് നമ്മളിലൂടെ പ്രകടമാക്കാൻ കഴിയാവുന്ന മറ്റൊരു വിഷയമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു മുത്തുനബിക്ക് വേണ്ടി ഗുണം ചെയ്യുന്നുണ്ട്, മലക്കുകൾ ഗുണത്തിന് വേണ്ടി തേടുന്നുണ്ട്. വിശ്വാസികളെ, നിങ്ങൾ ധാരാളമായി സ്വലാത്തും സലാമും നിങ്ങൾ ചൊല്ലണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചൊല്ലുക. ഒരാളുടെ മുന്നിൽ വെച്ച് പ്രവാചകന്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവരുണ്ടോ അവൻ നാശമടയട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ മദീനയുടെ മസ്ജിദ് നബിയുടെ മിമ്പറിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ധാരാളമായി സ്വലാത്തുകൾ ഉണ്ടാവുക. വെള്ളിയാഴ്ച പ്രത്യേകം പറഞ്ഞ സ്വലാത്തുകളെ ആ രൂപത്തിൽ ചൊല്ലുക. ഖുർആനിലെ മനോഹരമായ ഈ ആയത്ത് 33-ാം സൂറത്ത് അഹ്സാബിലെ 56-ാമത്തെ ആയത്ത് അവതീർണമായപ്പോഴാണ് സഹാബത്ത് ചോദിച്ചു, റസൂലേ, എങ്ങനെയാ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത്? 7ഓളം വ്യത്യസ്തമായ റിവായത്തുകളിലൂടെ കാണാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇത് 7 വ്യത്യസ്തമായ റിവായത്തുകൾ. ചിലയിടത്ത് ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് ഉണ്ട്, ചിലയിടത്ത് ഒരു ഭാഗത്ത് മാത്രം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് ഉണ്ട്, അല്ലാഹുമ്മ ബാരിക് ഉണ്ട്, വബാരിക് ഉണ്ട്. ഇതൊക്കെ ശരിയായ രൂപങ്ങൾ തന്നെയാണ്. അപ്പൊ അതിലെ ആ സിഹത്തുള്ള സ്വലാത്തുകൾ നമ്മൾ എന്ത് ചെയ്യുക? ധാരാളമായി ചൊല്ലുക. അതിന് പകരം മനുഷ്യന്മാരെ കൊണ്ടുവരുന്ന കോഴിക്കോട്ട് നിന്ന് പഠിപ്പിച്ച നാരി സ്വലാത്തും കമാലി സ്വലാത്തും താജു സ്വലാത്തും അതൊക്കെ പുതുതാണ്. മുത്തുനബി പറഞ്ഞ സ്വലാത്ത്, റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ പൂച്ചുണ്ടുകളെ കൊണ്ട് പഠിപ്പിച്ച സ്വലാത്ത് ധാരാളമായി ചൊല്ലുക. സ്വലാത്ത് ചൊല്ലുന്നത്, ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ മൻസല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹു നമുക്ക് 10 ഗുണം ചെയ്യുമെന്നുള്ളതാണ്, പ്രതിഫലമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളുടെ തൗഹീദിനെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്വലാത്ത്. നിങ്ങൾ നോക്ക്, ലോകത്ത് പ്രവാചകന്മാർ കടന്നുപോയില്ലേ? ആ നബിമാരുടെ പേര് കേൾക്കുമ്പോൾ ആ നബിമാരോട് തേടണം എന്നല്ല ഇസ്ലാം പറഞ്ഞത്. അവർക്ക് വേണ്ടി അള്ളാഹിനോട് തേടിക്കോ അലൈഹിസ്സലാം. മറ്റുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ ആ നബിയോട് തേടാനല്ല, നബിക്ക് വേണ്ടി അള്ളാഹിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിക്ക് ഗുണവും രക്ഷയും ഏകണേ അല്ലാഹ്. സഹാബത്തുൽ കിറാമാണ് ലോകത്തിൽ ഏറ്റവും വലിയ ഔലിയാക്കൾ. അവരുടെ പേര് കേൾക്കുമ്പോൾ അവരോട് തേടാനല്ല, അവർക്ക് വേണ്ടി അള്ളാഹിനോട് റളിയല്ലാഹു അൻഹും. കണ്ടോ, നമ്മളുടെ തൗഹീദിനെ ഭദ്രമാക്കാൻ, നമുക്ക് കൂലി കിട്ടാൻ, നമ്മൾ ഇസ്ലാം പഠിപ്പിച്ച പുണ്യങ്ങളെ ധാരാളമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നാം ഇവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. കഴിഞ്ഞ ഈ ഇന്നത്തെ ഉൾപ്പെടെ 3 ഖുത്ബകളിൽ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയാണ് കാര്യമായി നമ്മൾ പ്രതിപാദിച്ചത്. അതിലേറ്റവും പ്രധാനമായ വിഷയം, ഒരുപക്ഷെ ഞാൻ പറഞ്ഞു, ഇന്ന് ആഘോഷം നടക്കുന്ന ദിവസം, സെലിബ്രേഷൻ നടക്കുന്ന ദിവസം,
ഇന്ന് ഒരു അറബി ഖുത്ബ ഓതുന്ന പള്ളിയിലെ നബാത്തിയ ഖുത്ബയുടെ അവസാനം എന്താണെന്നറിയോ? ആ ഖുത്ബ കേട്ട് ജനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ആളുകളോട് ഖത്തീബ് അറബിയിൽ ഓതിക്കൊടുക്കണ വാക്കെന്താണെന്നറിയോ? വഅയ്യു തുറഫിൻ അലൈഹിമാ ദമാ. ഏത് കണ്ണാടോ ഇന്നത്തെ ഖുത്ബ കേട്ടിട്ട് കരയാത്തത്? വഅയ്യു നഹീബിൻ അലൈഹി മർതഫ. ഏത് കുന്നത കുലജാതനാണ് തല ഉയർത്താൻ കഴിയുക എന്നാണ് ഖത്തീബ് ചോദിച്ചത്. ജനങ്ങളെ കരയേണ്ട മാസാൻ, മുത്തനബിയുടെ വഫാത്താൻ, ജന്മദിനവുമായി ബന്ധപ്പെട്ട അരവരി പോലുമില്ല. പക്ഷെ ഖുത്ബ എന്താണെന്ന് മനസ്സിലാക്കാൻ, അതിന്റെ പാഠം എന്താണെന്ന് ഉൾക്കൊള്ളാൻ, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു നന്മ കിട്ടിയെന്ന് പറയാൻ, ഒരു തിന്മ ഒഴിവാക്കിയെന്ന് പറയാൻ ഖുത്ബയുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടാതെ പോയതിന്റെ അപകടമാണ് ഇത്. കഴിഞ്ഞാൽ ഇനി നടക്കാൻ പോകുന്ന വാഹനജാത മാമാങ്കങ്ങളുടെ അപകടങ്ങളെന്ന് തിരിച്ചറിയാൻ അള്ളാഹു മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവെ, പരലോക വിജയം തന്നെ അനുഗ്രഹിക്കണേ അള്ളാഹ്. ഇന്നത്തെ ഖുത്ബ കഴിഞ്ഞ് പോകുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു കിഡ്നി ഫെയിലിയറായ ഒരു സഹോദരന് വേണ്ടി, നമുക്കറിയാം ചികിത്സക്ക് പാവപ്പെട്ടവനാണ്, നമ്മുടെ തൊട്ട് അയൽനാട്ടുകാരൻ തന്നെയാണ്, പെരുമ്പിലാവ് സ്വദേശിയാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സാമ്പത്തികമായി സഹകരിച്ച് ഇപ്പൊ കരുതാൻ കഴിയാത്ത ആളുകൾ പിന്നീട് ചെയ്തു കൊടുക്കുമെന്നുള്ള, കാരണം അത്രയും ലക്ഷങ്ങൾ ചെലവ് വരുന്ന എക്സ്പെൻസിലെ നമ്മൾ കേവലം കൊടുക്കുന്ന ഒരു 10,000 കൊണ്ടോ 5,000 കൊണ്ടോ തീരുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് എന്നെ കൊണ്ടെന്ത് ചെയ്യാൻ കഴിയുമെന്ന നിയ്യത്തോടു കൂടെ നമ്മൾ പ്രവർത്തിക്കണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.